ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണേ? അപ്പോൾ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു മോർണിംഗ് ഡ്രിങ്ക് മുതൽ ഒരു സ്കിൻ കെയർ, ഹെയർ കെയർ ആണ്. പിന്നെ അതുപോലെ തന്നെ അലോവേര, നമ്മുടെ എന്താ പറയുക, മെയിനായിട്ട് ഇന്നത്തെ സ്കിൻ കെയറിൽ നമ്മൾ അലോവേര എങ്ങനെയാണ് ഉപയോഗിക്കുക, വീട്ടിൽ കിട്ടുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത് സ്കിൻ ഗ്ലോയിങ് ആയിട്ട്, പിമ്പിൾസ് വരാതെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനുള്ള ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം ഇട്ട് കൊടുത്തത് കരിങ്ങാലിയാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യം ഒരു പിടുത്തം കരിങ്ങാലി ഇട്ടിട്ടുണ്ട്. ഒരു പിടുത്തം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്തേക്ക്. പിന്നെ അതേ അളവ് തന്നെ നമ്മൾ രാമച്ചാട്ട് കൊടുത്തിരിക്കുന്നത്. അവസാനം നമ്മൾ ഒരു സ്പൂണിൻ്റെ അടുത്തേക്ക് തന്നെ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ടും തിളപ്പിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് തീ കൂട്ടി വയ്ക്കാം. അതിന് ശേഷം തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡ്രിങ്കുകളുടെ ആ ഒരു സെക്ഷൻ. ജീരകം, രാമച്ചം, പിന്നെ ഇത് വന്നിട്ട് ഞാൻ രാത്രി കുടിക്കുന്നതാണ്. മരമഞ്ഞളുടെ കഷായം കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് കരിങ്ങാലിയാണ്. പിന്നെ ത്രിഫല ചൂർണം ഇരിക്കുന്നുണ്ട്, അത് ഞാൻ രാത്രി കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ടീ ആണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന അമ്മൂട്ടിയുടെ മിനി കിച്ചണാണ്. അത് അവളവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ കൂടെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ കളിക്കാൻ വരും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ഡ്രിങ്കിൻ്റെയൊക്കെ സാധനങ്ങൾ. അടുത്ത് തന്നെ വെച്ചേക്കുന്നതാണ്, മറന്നു പോകാതെ കഴിക്കാനൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഓർമ്മ കിട്ടാനൊക്കെ. അപ്പോൾ ഏകദേശം നമുക്കിത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമ്മൾ തീ കുറച്ച് വയ്ക്കണം കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസിൻ്റെ അടുത്തേക്ക് ആക്കാം. അതിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 1/4 സ്പൂണോ 1/2 സ്പൂണോ ലെമൺ ജ്യൂസ് മതി കേട്ടോ. അപ്പോൾ നമുക്കത് കുടിക്കാം. അതിന് ശേഷം നമ്മുടെ സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് കാണാം. നമ്മളിന്ന് ചെയ്യാൻ പോണത് കുറേ കാലമായിട്ട് കുറച്ച് പേരൊക്കെ ചോദിക്കണതാണ്. വീട്ടിൽ കറ്റാർവാഴ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഫേസിനും ഹെയറിനൊക്കെ എന്താണ് ചെയ്യാൻ പറ്റാന്നുള്ളത്. അപ്പോൾ നമ്മൾ പല ടൈപ്പിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളിപ്പോൾ പുതിയ വീട് വെച്ചിട്ട് ഇവിടെ കറ്റാർവാഴ ഞാൻ നട്ടിട്ടില്ല എന്നല്ല, നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ അത്രയ്ക്ക് വലുതായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പമുള്ളത് നമുക്ക് ആയുർവേദ കടയിൽ നമുക്ക് വാങ്ങാൻ കിട്ടില്ല, അങ്ങാടി ഷോപ്പിൽ നിന്ന്. അപ്പം ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫേസിനും അതേപോലെ തന്നെ നമ്മുടെ ഹെയറിലും വളരെ നല്ലതാണ്. നമുക്ക് അലോവേര, നമുക്കറിയാം അലോവേര പ്യുവർ അലോവേര ആണെങ്കിൽ ഏറ്റവും നല്ലത് എപ്പോഴും. അപ്പോൾ ഇത് എടുക്കേണ്ട കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിനുള്ളിൽ ഒരു യെല്ലോ കളറിലൊരു കറയുണ്ട്, മഞ്ഞ കളറിൽ. അത് നമ്മൾ കുറച്ച് നേരം ചാരി വെച്ചാൽ അതങ്ങനെ ഒഴുകി പൊക്കോളും. ഒരു 5 മിനിറ്റ് വെച്ചാൽ 5-10 മിനിറ്റ് ഒന്നിങ്ങനെ കുത്തിച്ചാരി വെക്കുക, അപ്പോൾ പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ ഹെയറിനും അതേപോലെ തന്നെ ഫേസിനും. ഓക്കെ, അപ്പോൾ കുറേ പേരുടെ വീട്ടിലുണ്ടാവും, ഇപ്പൊ ഒട്ടുമിക്ക വീട്ടിൽ അലോവേര ഉണ്ട്. കാരണം വെച്ചാൽ അത്രയും നല്ലതാണ്. എല്ലാവർക്കും ആ ഒരു ഗുണങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയ പിന്നെ എല്ലാവരും അലോവേര വീട്ടിൽ നടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പ്രത്യേക ടൈപ്പിലാണ്. നമ്മൾ വീഡിയോയിലൊന്നും അധികം കണ്ടിട്ടില്ലാത്ത കുറച്ച് ടൈപ്പിലാണ്. നമുക്ക് ഹെയറിലും അതുപോലെ തന്നെ ഫേസിലും ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പൊ കുറെ പേര് വീട്ടിൽ അലോവേര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടാവുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അലോവേര ഹെയറിനും ഫേസിനും എങ്ങനെയാണ്. അപ്പൊ ഹെയറിലെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്തായി സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യവും. അതേപോലെ ഫേസിലാണെങ്കിൽ നല്ല ഗ്ലോയിങ് ആയിട്ട് ബ്ലാക്ക് മാർക്ക് നന്നായിട്ട് മാറി നല്ല ബ്രൈറ്റനിങ് വൈറ്റനിങ് ഒക്കെ ആവുന്ന ഒരു കാര്യം കൂട്ടിയാണ്. അപ്പൊ നമുക്ക് ഒരു അലോവേരയുടെ ഒരു പീസ് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫേസിനും ഹെയറിനും ഒരേപോലെ ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ ഒരാളിന്റെ കാലിന്റെ ചുവട്ടിൽ വന്ന് എടുക്കുക, നിങ്ങൾക്ക് കാണണ്ടേ. കുറെ പേർക്ക് ടിപ്പൂന് ഇഷ്ടമുണ്ട്, അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ട, എന്റെ കാലിന്റെ അടുത്ത് വന്നിട്ട് കിടക്ക ഒരാള്. ബേബി ടിപ്പു, ബേബി ഇവിടെ ടിപ്പു, ഡാ ബേബി ഇങ്ങോട്ട് നോക്കിയേ. അങ്ങനെ ഹായ് പറയ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേ, ഞാനൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. മിണ്ടാതെ കിടക്കും, ഞാൻ ചീത്ത പറയാം. അതങ്ങനെ ഇങ്ങനെ ആക്കില്ല, സൗണ്ട് ഇങ്ങനെ എപ്പോഴും വരും. അവിടെ കിടന്നോ ടിപ്പു, ഡാവും ടിപ്പു, ഡാവും കിടന്നോ. അപ്പൊ ഞാൻ അങ്ങനെ മിണ്ടാണ്ട് കിടത്തും, കാരണം ആ സൗണ്ട് അധികം വരാണ്ടിരിക്കാൻ. ഇപ്പൊ കിടക്കണ അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ശ്വാസം വിടുന്ന സൗണ്ട് നന്നായിട്ട് നമുക്ക് ക്യാമറയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ക്യാച്ച് ചെയ്യാണ്ടിരിക്കാനായിട്ട് മിണ്ടാണ്ട് കിടത്തു. അപ്പോൾ ആളിങ്ങനെ കാലിൻ്റെ സൈഡിൽ സൈലന്റ് ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിന്റെ പണി നോക്കാം. അപ്പൊ ഞാനിവിടെ നമ്മുടെ അലോവേര അതാ ഇതുപോലെ കഴുകിയിട്ട് ഇങ്ങനെ പീസാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ആ ഒരു മഞ്ഞ കളറിലുള്ള കറയൊക്കെ മാറ്റിയിട്ട്. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ പീസാക്കാനായിട്ട്. അപ്പൊ ഇതാ 1, 2, 3, 4 ഏറ്റവും തുമ്പത്തെ കുഞ്ഞു 2 പീസുകളായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയാണ്. അപ്പൊ ഇവിടെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കത്തിക്കാം. ഇതൊരു പുതിയൊരു ടെക്നിക്കാണ് കേട്ടോ. കത്തിച്ചിട്ട് പാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ നമ്മുടെ പാൻ അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇങ്ങനെ ആക്കി നോക്കുമ്പോഴേ നമുക്കൊരു ചൂട് പോലെ നമ്മുടെ കയ്യിലേക്ക് തട്ടില്ലേ.
ഓക്കെ, അപ്പം ഞാൻ തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് ഓരോന്ന് വെച്ച് കൊടുക്കാം. എണ്ണ ഒന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മൂടിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മൂടി കൊടുക്കാം. കണ്ടോ, ഒരു 10-15 മിനിറ്റ് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ വെക്കാം. അതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ്, ഒരു 5-6-7 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് മറച്ച് വെക്കാം. അപ്പോൾ തീ ഒന്നുകൂടി വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം, കരിയണ്ട വെച്ചിട്ട്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ അലോവേര വാടിയിട്ടുണ്ട്, കറ്റാർവാഴ. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ ഇങ്ങനെയാണ് ഇരിക്കണേ. ഇതിൻ്റെ സൈഡിലത്തെ പോർഷനൊക്കെ ഇതാ ഈ ഒരു കളറായിട്ടിരിക്കണേ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോസസ്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് വെന്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ നമുക്കതിനെ ഇങ്ങനെ അതിലത്തെ ജെല്ല് മാത്രം നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇത് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇത് വേവിക്കുമ്പോൾ ആവിയിൽ മാത്രം വേവിക്കാം. നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ബ്രൈറ്റനിങ്, അതേപോലെ പിമ്പിൾ മാർക്ക്, ഡാർക്ക് സ്പോട്ട്, കരിമ്പുള്ളികൾ, ഇതൊക്കെ മാറാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറേ പേര് വീട്ടിലുണ്ടല്ലോ. അപ്പോൾ നമ്മളിതാ ഇത്രയധികം ജെല്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതാ കണ്ടില്ലേ, നല്ല അലോവേര ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ചെയ്യാൻ പോണത് നമ്മൾ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇത് വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ കുക്കുംബർ അല്ലെങ്കിൽ കിയാർ എന്നൊക്കെ പറയില്ലേ, കുക്കുംബർ, അതാണ്. അപ്പോൾ ഏകദേശം ഒരു അര കഷ്ണം വേണ്ട, നമുക്ക് ഏകദേശം ഒരു 1/4 ഭാഗം മതി. അപ്പോൾ അത് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ചെടുത്തിട്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം വേണ്ടത് കുക്കുംബറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി അടക്കം ഞാൻ അരച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് തൊലി അടക്കം അരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം മതി. നമുക്കിത് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് 1 സ്പൂൺ തൈരാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു ഈവനിങ് ടൈമിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അലോവേര നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, അതാണ് നമ്മൾ എടുക്കുന്നത്. ഏകദേശം നമ്മുടെ ഫേസിലേക്ക് ആവശ്യമുള്ള അത്ര, ഇനിയിപ്പോൾ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ എടുത്തിരിക്കുന്നത്, അത് നമുക്ക് വേണം. ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസും ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ആ ഒരു നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ലെമൺ ജ്യൂസും കൂടി ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വേണ്ടത് നമുക്കിതിലേക്ക് മിക്സിങ്ങിന് നമുക്ക് ഉലുവ പൗഡർ ചേർക്കാം. ഉലുവ പൗഡറിന് പകരം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള ചെറുപയർ പൊടിയോ കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമുക്ക് ആ ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഒക്കെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു മിക്സാണിത്. ഇതിലേക്ക് നമുക്ക് മിക്സിങ്ങിന് ഉലുവ പൗഡർ അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട് കാണാം. നമ്മുടെ ആദ്യം നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫേസിലിടാം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ, ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ബെസ്റ്റ് റിസൾട്ടായിട്ട് എങ്ങനെ ചെയ്തിട്ടിടുമ്പോൾ ബെസ്റ്റ് ബ്രൈറ്റനിങ്ങും നമ്മുടെ സ്കിൻ നന്നായിട്ട് വൈറ്റനിങ് നന്നായിട്ട് കിട്ടും കേട്ടോ. ബ്രൈറ്റനിങ്ങും വൈറ്റനിങ്ങൊക്കെ ആവും. അതുപോലെ നമ്മുടെ ഫേസിലുള്ള കരിമ്പുള്ളികളും പാടുകളൊക്കെ നന്നായിട്ട് മാറും ഇങ്ങനെ ചെയ്താൽ. ഇത് നമുക്ക് ജെല്ല് വെച്ച് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഒറിജിനൽ കറ്റാർവാഴ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ നമുക്ക് ജെല്ല് വെച്ച് ചെയ്യുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അതിങ്ങനെ ആ ജെല്ലിൻ്റെ ഒക്കെ ഗുണം അനുസരിച്ചിരിക്കും കേട്ടോ. നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇരിക്കും. കാരണം ഉലുവ ഈ ഒരു മിക്സിൽ ചേർത്തതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ ഫേസിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതിന് ശേഷം നമുക്ക് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്തത് തലയിൽ അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഫേസിൽ വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് ഹെയറിലത്തെ പാക്കും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കിയുള്ള അലോവേരയിലേക്ക് നമ്മളൊരു എഗ്ഗ് മുഴുവനായിട്ട്, അതായത് എഗ്ഗിൻ്റെ മഞ്ഞയും വെള്ളയും ഒരുമിച്ച്, അപ്പോൾ ഇത് നമുക്ക് മുടി കൊഴിച്ചിൽ മാറാൻ, താരൻ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു പാക്ക്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ്. മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ കടുക് പൊടിച്ചു വെച്ചതാണ്. അപ്പോൾ ഞാനിവിടെ കടുക് പൊടിച്ചു വയ്ക്കാറുണ്ട്. കാരണം എനിക്ക് കടുക് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം തണവാണ്. കാരണം
കറ്റാർവാഴ തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കടുക് കുറച്ച് നമ്മുടെ ഹെയറിന് ചൂട് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 കോമ്പിനേഷനും കൂടി നമുക്ക് ഹെയറിന് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. നന്നായിട്ട് മുടി ഇങ്ങനെ പറക്കാൻ മീൻസ് നന്നായിട്ട് സിൽക്കി ആയിട്ട്, അതേപോലെ നല്ല ഷൈനിങ് ആയിട്ട്, നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും മുടി. നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. നന്നായിട്ട് നമുക്ക് പേസ്റ്റാക്കി നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ട് അതുപോലെ നമുക്കൊരു ക്രീമി ടെക്സ്ചർ പോലെ നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ലേ, ഈ ഒരു പാകത്തിനായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറ്റാർവാഴ വേവിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസിൽ ഇട്ടിട്ടുള്ളത് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ വാഷ് ചെയ്യുക. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഹെയറിലും കൂടി അപ്ലൈ ചെയ്യാം. എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമുക്കിത് എണ്ണ തേച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ തേക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അല്ലാതെയും തേക്കാം. പെണ്ണിടാത്ത ദിവസങ്ങളിൽ നമുക്ക് തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളല്ലോ. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഈ അലോവേര വെച്ചിട്ട് നമുക്ക് ഈ ഒരു 2 കാര്യവും ചെയ്യാം. ഹെയറിനും ഫേസിനും കൂടി ചെയ്യാം. അടുത്തത് നമ്മുടെ ഫേസിൽ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു അടിയിലത്തെ ലെയർ ഉണങ്ങിയിട്ടുണ്ടാവും. മുകൾ ഭാഗം ജസ്റ്റ് കുറച്ച് തിക്കായിട്ടുള്ള ഭാഗം മാത്രമായിരിക്കും ഉണങ്ങാതെ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒന്ന് വെള്ളം കൊണ്ട് ഞാൻ ആദ്യം ഒന്ന് എന്താ പറയുക, ഉലുവ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വിടാൻ വേണ്ടിയിട്ട് നനച്ചു കൊടുക്കാം. നല്ല അടിപൊളി റിസൾട്ടാണ് ശരിക്കും. നമുക്കിങ്ങനെ നമ്മളെ കാണുമ്പോൾ ചോദിക്കും, നീ വല്ല ഫേഷ്യൽ ചെയ്തോന്നു? അത്രയ്ക്ക് റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ കറ്റാർവാഴ നമ്മളിതുപോലെ ആവിയിൽ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ചെയ്യുമ്പോഴാണ്, അതിൻ്റെ ആവിയിൽ പുഴുങ്ങുക മീൻസ് ആ ഒരു ആവി തട്ടിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് ഫാസ്റ്റായിട്ട് കിട്ടുക. പിന്നെ ഉലുവ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് കഴുകിയാൽ തന്നെയാണ് എപ്പോഴും വേഗം തന്നെ ഫേസിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ ഒരു തുണി വെച്ചിട്ടും തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി റിസൾട്ടാണ്. ശരിക്കും നമ്മളൊരു ഫേഷ്യൽ ചെയ്തതിൻ്റെ ഒരു പവറാണ് നമുക്ക് കിട്ടുക കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാതും. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കണ്ടില്ലേ, കൈയിൻ്റെ ഫേസിൻ്റെ ഒക്കെ വ്യത്യാസം കണ്ടോ? നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടാം. നല്ല അത്രയും ഡ്രാസ്റ്റിക് റിസൾട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ജെല്ല് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ജെല്ല് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജെല്ല് ചൂടാക്കേണ്ടി വരും. അപ്പോൾ അത് നല്ല ജെല്ലൊക്കെ ആണെങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. വീട്ടിൽ അലോവേര കുറേ പേര് എപ്പോഴും പറയാറുണ്ട്, അലോവേരൻ്റെ എന്ത് വേണം എന്നുള്ളത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സൂപ്പർ റിസൾട്ടാണ്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും. അതേപോലെ നമുക്ക് കരിമ്പുള്ളികളും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കത് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നൊന്ന് പറയൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കത് ഒരു പ്രചോദനമാവുമല്ലോ റിസൾട്ട് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി റിസൾട്ട് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ എന്തിട്ട് നീ ചെയ്തേ, നീ എന്നിട്ട് അവിടെ ചെയ്യണ്ടായിരുന്നു വെച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിട്ടേക്ക് ഇട്ടു, ഏതൊക്കെ ഇട്ടുവെന്ന്. പിന്നെ അമ്മ അവിടെ അടുക്കളയിൽ പണിയിരുന്നതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് പിന്നെ ഇട്ട് കാണിക്കാൻ കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി റിസൾട്ടാണെന്ന് പറഞ്ഞാൽ അത്രയും കണ്ണിൻ്റെ ചുറ്റുള്ള ആ കളറും ഫേസിൻ്റെ കളറും കണ്ട മാറിയത്. അതേപോലെ തന്നെയാണ് നമുക്ക് നെക്കിൽ കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു നെക്കിൻ്റെ റൗണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് താഴത്തേക്ക് ഒരു ഡൾനെസ്സും നെക്കിന് മുകളിലേക്ക് നമുക്ക് നല്ല കളറുമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് കഴുകി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അലോവേര വീട്ടിലുള്ളവർക്ക്, ഇതിപ്പോൾ ജെൻസിനും ലേഡീസിനും ഒരേപോലെ ചെയ്യാം. ഒട്ടുമിക്ക പേര് വീട്ടിൽ അലോവേര ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും. ഹെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിലത്തെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ കണ്ടില്ലേ നെക്കിൻ്റെ ഒക്കെ റിസൾട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നോക്കി അറിയാൻ പറ്റും കഴുത്തിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഡിഫറൻസ്. ഇതാ കണ്ടില്ലേ, അത് നോക്കിയാൽ മതി, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് കഴുകിയിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വാഷ് ചെയ്തിട്ട് ഒന്ന് ഒപ്പിയെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ കണ്ണിന് ചുറ്റും ഭയങ്കര ഡൾനെസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. ഇനി അവിടെ നമ്മൾ കുളി കഴിയുമ്പോൾ ആൽമണ്ട് ക്രീം ജസ്റ്റ് ഒന്നിങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്താ വെച്ചാൽ അവിടെ നമ്മൾ കെയർ ചെയ്യണം, അല്ലെങ്കിൽ 2 കളറായിട്ട് നിൽക്കില്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ അലോവേര ഇല്ലെങ്കിൽ ജെല്ല് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അലോവേര പ്യുവർ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. ഞാനതാണ് പറഞ്ഞത്, നമ്മൾ ചൂടാക്കി ചെയ്യുമ്പോഴത്തെ ആ ഒരു ഡിഫറൻസ് വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ എഗ് വൈറ്റ് ഒക്കെ ചൂടാക്കുന്നില്ലേ, അത്തേ ഒരു നല്ലൊരു പവർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്തായാലും കുളിക്കാൻ പോകണം. ഹെയറിൽ കുറച്ച് നേരമായി വെച്ചിട്ട് ഹെയർ നന്നായിട്ട് അബ്സോർബായി പോയി, കണ്ടില്ലേ. അപ്ലൈ ചെയ്തതൊക്കെ അബ്സോർബായി. ഇതൊക്കെ നമ്മുടെ ഉലുവയുടെ ആയിട്ട് സംഭവം ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട്. നല്ലൊരു തിളക്കം.
സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ ബ്ലാക്ക് ഹെഡ്സിൻ്റെ അവിടെ ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ഗ്ലോയിങ്. പിന്നെ നമുക്ക് ഡ്രൈ ആവണില്ല ഫേസ്, കാരണം നമ്മൾ എഗ് വൈറ്റ് ഇടാത്തതുകൊണ്ട് ഡ്രൈയിങ് കുറച്ച് കുറവാണ്. എഗ് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്നും ഇങ്ങനെ ടൈറ്റായി പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ ആൻറ്റി ഏജിങ് പാക്കൊക്കെയാണ് കേട്ടോ ഈ അലോവേരയുടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് കുളിക്കാൻ. അപ്പോൾ കണ്ടില്ലേ ഇവിടെ ആ ഒരു ഗ്ലോ കാണുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ റിസൾട്ട് കാണാം. നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് കിടക്കും. അതേപോലെ നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മാറാനും, അതേപോലെ നമ്മുടെ മുടിയിലത്തെ താരൻ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നല്ല ഇങ്ങനെ ഒതുങ്ങി നല്ല സ്മൂത്തായിട്ട് നല്ല ഷൈനി ആയിട്ട് കിടക്കും. അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഫേസിലും നമ്മുടെ ഹെയറിലും ചെയ്താൽ നമുക്ക് സൂപ്പർബായിരിക്കും. നമ്മൾ അന്നത്തെ താരം നമ്മളായിരിക്കും കേട്ടോ. അത്രയും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ഒരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.